ഒരു ലൈബ്രറിയായിട്ടാണ് ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ബാലസംഘത്തിലൂടെ വരുന്നത്. ഒരു 10 വയസ്സ് വരെ അലങ്കോലമായി അവിടെയും ഇവിടെയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായിട്ട് പോയപ്പോൾ 14 വയസ്സാവുമ്പോൾ ആ വായനശാലയുടെ ലൈബ്രറിയനായി ഓരോ ദിവസവും ഓരോ പുസ്തകം എന്ന രീതിയിൽ വായിക്കാനുള്ളവരാണ്. സത്യം പറഞ്ഞാൽ എന്നെ രൂപപ്പെടുത്തിയത് ആ വായനയാണെന്നാണ് ഞാനെന്നും ഇന്നും ചെയ്യുന്നത്. നിരന്തരമായിട്ട് വായിക്കുക, വായിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായിട്ട് സംവേദിക്കുക, അങ്ങനെയാണ് വായന. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുമ്പോൾ ഇന്ന് വായിക്കുന്ന നിലയിൽ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷിയോടുകൂടിയല്ല വായിക്കുന്നത്. അന്ന് എൻ്റെ ഗ്രാമം മുറോഴയാണ്. എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമം. കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത 80% ഇന്നുമുള്ളത് നാട്. ആ നാട്ടിലെ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധേയമായി വായിക്കേണ്ട പുസ്തകമെന്ന് കമ്മ്യൂണിസ്റ്റ് ധാരണ വേണ്ടത്ര വരുന്നതിന് മുമ്പ് വായിച്ച പുസ്തകമാണ് ആദ്യം. പിന്നീട് നിരവധി പ്രാവശ്യം ഞാൻ വായിച്ചു. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് യഥാർത്ഥത്തിൽ സാമൂഹിക പരിവർത്തനത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക ഗ്രന്ഥം. അവിടെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തെമ്പാടുമുള്ള പിന്തിരിപ്പന്മാരും കമ്മ്യൂണിസ്റ്റ് ഭൂതത്തിനെതിരായി ഏകോപിതമായി മുമ്പോട്ടേക്ക് വരികയാണ്. അതിനൊന്നും വശംവദമാവാതെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ മുതലാളിത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഉൽപാദനോപാധികളെല്ലാം സ്വകാര്യ സ്വത്തുടമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നിത്യമൂല്യം കൂടുന്ന സാഹചര്യവും, അതുകൊണ്ടാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്. അതിൻ്റെ തന്നെ ഭാഗമാണ്, മറുഭാഗമാണ് ദരിദ്രർ കൂടുതൽ ദരിദ്രമാകുന്നത്. ഈ ഒരാശയം വ്യക്തമാക്കിക്കൊണ്ട് ഇന്നേ വരെ ലോകത്ത് നൽകുന്ന സാമൂഹ്യ വികാസ ഘട്ടങ്ങളുടെ അനുഭവത്തെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടുകൊണ്ട് നോക്കുമ്പോഴേക്കും മുതലാളിത്തം വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇതിന് മുൻപ് രൂപം കൊള്ളുകയും നിഷ്ക്രമിക്കുകയും ചെയ്ത സാമൂഹിക വ്യവസ്ഥകളുടെ ശേഷം അടിമത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ഘട്ടത്തെ വിശകലനം ചെയ്തുകൊണ്ട് മാർക്സ് പറഞ്ഞു, ഇതെല്ലാം എങ്ങനെയാണോ നിലവിൽ വരികയും നിഷ്ക്രമിക്കുകയും ചെയ്തത്, അതുപോലെ നമ്മളിപ്പോഴും കാണുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മുതലാളിത്തവും തകരുകയും പുതിയ സാമൂഹിക ഉൽപാദന വിതരണ ഘടന രൂപപ്പെടുകയും ചെയ്യും. അതിന് അധ്വാനിക്കുന്ന വർഗമാണ് ഉൽപാദക ശക്തികൾ. അവരാണ് സ്വത്തുൽപാദിപ്പിക്കുന്ന വർഗം. ഈ സ്വത്തെല്ലാം ഉൽപാദനവാദികളുടെ സ്വകാര്യ ഉടമസ്ഥതയുള്ളതുകൊണ്ടാണ് കോർപ്പറേറ്റുകൾ ഇന്ന് കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കൈകളിലെത്തുന്നത്. അത് ഉൽപാദക ശക്തികളുടെ കൈകളിലേക്ക്, അങ്ങനെ തന്നെയാണ് ഉൽപാദക ശക്തിയുടെ കൈകളിലേക്ക് ഉൽപാദനോപാധികൾ എപ്പോഴാണോ എത്തിച്ചേരുന്നത് അപ്പോഴാണ് സാമൂഹിക പരിവർത്തനം, അപ്പോഴാണ് അത് സോഷ്യലിസ്റ്റിലേക്കുള്ള യാത്ര എന്ന് മാർക്സും എംഗൽസും പറഞ്ഞു വെച്ച പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നത്.
ഈ ഒരു കാര്യം കൂടി ഞാൻ ഇതിനൊപ്പം തന്നെ പറയാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും അതുപോലെ തന്നെ മാർക്സും എൻഗൽസും എഴുതിയ നിരവധി പുസ്തകങ്ങളും ചേർന്നാൽ ആവുന്നതല്ല മാർക്സ്. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ധരിക്കുക. അങ്ങനെയല്ല. ഞാനിവിടെ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്ന ഈ കാപ്പത്തിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ലോകമാർജിച്ച സർവതല സ്പർശിയായ മേഖലയിലെ അത് ശാസ്ത്രവും ശാസ്ത്ര സാങ്കേതികവിദ്യയും ചരിത്രവും എല്ലാം ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞത് സർവതല സ്പർശിയായ മേഖലയിലുള്ള എല്ലാ പുതിയ കണ്ടെത്തലുകളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വികസിക്കുന്ന ഒന്നാണ് മാർക്സും എന്ന് ഞാൻ പറഞ്ഞു നോക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും പാഠപുസ്തകത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് നമ്മൾ കാണുന്ന രീതിയിലുള്ള കൊട്ടേഷൻ അടിസ്ഥാനത്തിലല്ല മാർക്സത്തെ വിശകലനം ചെയ്യേണ്ടത്. മാർക്സും ഈ നിമിഷം വരെ ഉൾക്കൊള്ളാവുന്ന നമുക്ക് ലോകത്തെമ്പാടുമുള്ള എല്ലാ ശാസ്ത്ര സത്യങ്ങളെയും സയൻസിനെയും ചരിത്രത്തെയും എല്ലാ കൃത്യമായ കാഴ്ചപ്പാടുകളെയും ഉൾക്കൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സും എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ആ മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പ്രപഞ്ച വീക്ഷണത്തെ, ഒരു സാമൂഹിക വീക്ഷണത്തെ, ഒരു ചരിത്രപരമായ അവബോധത്തെ എല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് ഏതെങ്കിലും ഒരു ശാഖ മാത്രമല്ല, സർവതല സ്പർശിയായ മേഖലകളാണ്. അതിൽ സാഹിത്യത്തിൻ്റെ ഭാഗം വരും, സിനിമയുടെ ഭാഗം വരും, രാഷ്ട്രീയത്തിൻ്റെ ഭാഗം വരും, എല്ലാം ചെയ്യുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്ന് ജീവിക്കുമ്പോൾ ഇന്ന് വരെയുള്ളത് വായിക്കണം, ഇന്ന് വരെയുള്ളത് പഠിക്കണം. അത് ഇന്നലെ പറഞ്ഞതുപോലെ, ഇന്നലെ ഞാൻ പറഞ്ഞ മാതൃപത്രത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ പറഞ്ഞു, കുറേ വായിക്കുന്നത് കൊണ്ടല്ല ശരിയായ ഒരു മനുഷ്യനാവുന്നത്. അത് ശരിയാണ്, വായിച്ചതുകൊണ്ട് മാത്രം ഒരാൾ മനുഷ്യനാവുമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ വാദത്തോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ വായിക്കാതെ നല്ലൊരു മനുഷ്യനാവില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വായിക്കുക വേണം, വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അക്കാദമിക് പാണ്ഡിത്യം കൊണ്ട് മാത്രം കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് സാധാരണ പറയുന്നത് പോലെ വാടകയ്ക്ക് നൽകുന്ന, അതായത് ഈ ബുദ്ധിജീവി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ബുദ്ധിയാണ്. ഒന്ന് മനുഷ്യ സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടി